ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി. കാരണം എന്താ, ഓൻ കൊണ്ടുവന്ന 3000 ഉറുപ്പിന്റെ മുട്ടായി ആണല്ലോ, ഓള് പ്രതീക്ഷിച്ച 30,000-ന്റെതാ. കുട്ടികാരികൾ പറഞ്ഞ പോലെ അഷ്ടിക്ക് വകല്ലാത്തവന്റെ പേരൊന്നും പോകണ്ടാന്ന്. ഇപ്പത്തെ കുട്ടികൾക്ക് ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ വിചാരിച്ചത് മലയാളികൾക്ക് മാത്രമാണെന്നാ. മലയാളികൾ ഒന്നും അല്ലെന്നാ. മലയാളികൾ എത്രയോ ഭേദാ. ഇതൊന്ന് കണ്ടു നോക്കിങ്ങള്. நான் வருஷத்துக்கு ஒரு சாரி கட்டினா அது அடுத்த அந்த வருஷத்துல இன்னொரு வாட்டி ரிப்பீட்டே ஆக கூடாது. அந்த மாதிரி எனக்கு ஃபுல்லா 365 நாளுக்கும் 365 സാരി വേണം. അതുക്കப்புறம் நான் കേக்குற ലാൻഡ് വേണം. കേട്ടില്ലേ? 365 ദിവസത്തേക്കും 365 സാരി വേണമെന്ന്. ഓരോ ദിവസത്തേക്ക് ഓരോ സാരി. ഒരു തവണ ഒരു സാരി എടുത്താൽ ആ സാരി പിന്നെ ഉടുക്കൂലാന്ന്. ഓക്കെ. വീട്ടിൽ എത്ര പേര്? நானு அண்ணா அவ்வளவுதான். நீங்க அண்ணன் 2 பேர் தான். எத்தனை வீடு இருக்கு? 2 வீடு இருக்கு. சோ அதுல நீங்க இருக்கிற வீடு உங்களுக்கு இப்ப இருக்க வீடு எனக்கு வேணும். அது ஏன் இப்ப இருக்க வீடே வேணும் அவ்வளோ? சார் இப்ப இருக்கிறது வந்து மெயின்ல இருக்கு சார். கீழே கமர்ஷியலுக்கு விட்டுருக்காங்க. ரெண்ட் நிறைய வரும். நான் வேலைக்கே போகாம உட்காந்து சாப்பிடலாம். കണ്ടില്ലേ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ അടുത്തുള്ള ഡിമാൻഡ് അല്ലത്. ഇത് സ്വന്തം വീട്ടുകാരോടുള്ള ഡിമാൻഡുകളാണ്. വീടുള്ളത് അവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കണം. എന്നാലോ താഴെ ബിൽഡിംഗ് റൂമുകൾ വാടക കൊടുത്തിട്ടുണ്ടാവും. അതിലെന്തോ കച്ചവടോ കാര്യങ്ങളൊക്കെ ഏർപ്പാട് നടക്കുന്നുണ്ട്. അതിന്റെ വാടക കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകാതെ 3-4 നേരം തിന്നുകൊണ്ടിരിക്കാലോ എന്ന്. സ്വന്തമായിട്ടൊരു ജോലി വേണം, എന്നിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്, മാന്യതയുണ്ട്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? ഇതാ ഇതുപോലെ ചെയ്യണതിനെ, എന്നാലേ ശരിയാവുള്ളൂ. വല്ലാതെ